സംസ്ഥാനതല കലോത്സവത്തിൽ അഭിമാന നേട്ടവുമായി വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂൾ 6 ഇനങ്ങളിലായി 13 പേർ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാ കുട്ടികളും അഭിമാനാർഹമായ നേട്ടങ്ങളാണ് വാരിക്കൂട്ടിയത്. ജനുവരി 4 മുതൽ 8 വരെ തലസ്ഥാനത്ത് വെച്ച് നടന്ന 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂളിന് അഭിമാന നേട്ടമാണ് കൈവരിക്കാനായത്. ഇരട്ട കുട്ടികളായ അഞ്ജലി ഈശ്വരൻ ഭരതനാട്യം, കുച്ചുപ്പുടി എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡും, ആര്യൻ ഈശ്വരൻ കുച്ചുപ്പുടിയിൽ എ ഗ്രേഡും കഥകളിയിൽ ബി ഗ്രേഡും സ്വന്തമാക്കി. സ്കൂളിന് ഇരട്ടി മധുരമാണ് ഇരുവരും സമ്മാനിച്ചത്. 10 പേർ പങ്കെടുത്ത വഞ്ചിപ്പാട്ട് മത്സരത്തിൽ എ ഗ്രേഡും കരസ്ഥമാക്കി. ഇംഗ്ലീഷ് കവിതാരചനയിൽ സുവിശ ജിജോ ബി ഗ്രേഡും കരസ്ഥമാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആകെ 26 പോയിന്റുകൾ നേടി നെടുങ്കണ്ടം സബ് ജില്ലയിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂൾ എന്ന നേട്ടവും വണ്ടൻമേട് സെന്റ് ആന്റണീസ് സ്വന്തമാക്കി. നമ്മുടെ സ്കൂളിൽ നിന്നും 6 ഇനങ്ങളിലായിട്ട് 13 കുട്ടികളാണ് പങ്കെടുത്തത്. എല്ലാ വിഭാഗത്തിലും കുട്ടികൾ എ ഗ്രേഡ് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. ഗ്രൂപ്പ് ഇനങ്ങളിൽ വഞ്ചിപ്പാട്ടിന് 10 കുട്ടികൾ പങ്കെടുത്ത വഞ്ചിപ്പാട്ടിന് എ ഗ്രേഡ് കുട്ടികൾ കരസ്ഥമാക്കി. അതുപോലെ തന്നെ കുച്ചിപ്പുടി, ഭരതനാട്യം എന്നിവയ്ക്ക് അഞ്ജലി ഈശ്വരൻ എ ഗ്രേഡും, അതുപോലെ കുച്ചിപ്പുടി, കഥകളി എന്നിവയ്ക്ക് ആര്യൻ ഈശ്വരൻ എ ഗ്രേഡും, ഒപ്പം ഇരട്ട മധുരമാണ് ഈ ഇരട്ട കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിന് നേടിയെടുത്തത്. കൂടാതെ ഇംഗ്ലീഷ് കവിതാരചനയിലും നമ്മുടെ സ്കൂള് മികച്ച വിജയം കൈവരിച്ച് സുവിശ ജിജോ ഗ്രേഡ് കരസ്ഥമാക്കി. അങ്ങനെ 13 കുട്ടികളും വണ്ടൻമേട് സെന്റ് ആന്റണി സ്കൂളിന്റെ അഭിമാന താരങ്ങളായി മാറി. കഠിനമായ പരിശീലനത്തിലൂടെയാണ് ഇത്തരത്തിൽ അഭിമാന നേട്ടം കൈവരിക്കാനായതെന്നാണ് കുട്ടികൾ പറയുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു സ്റ്റേറ്റിൽ പോകണമെന്നുള്ളത്. ഞങ്ങൾ അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഞങ്ങളുടെ കൂടെ നിന്ന പേരൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്റ്റേറ്റ് കലോത്സവം കാണാനൊക്കെ പോകുന്നത്. അവിടെ ചെന്ന് വളരെ സന്തോഷമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സമ്മാനാർഹരായ കുട്ടികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും സ്കൂൾ മാനേജറുടെയും ഹെഡ്മിസ്ട്രസിന്റെയും നേതൃത്വത്തിൽ അനുമോദിച്ചു.